കിട്ടിയ പെരുന്നാൾ ലീവ് എങ്ങനെയും മുതലാക്കണമെന്നും പറഞ്ഞ് നീയത്ത് വെച്ചിറങ്ങിയ ഞങ്ങൾക്കിന്ന് കിട്ടിയതൊരു മുട്ടൻ പണിയാണ്. വീഡിയോ സ്കിപ്പാക്കാണ്ട് കൂടെ കൂടിയാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും. പെരുന്നാൾസ്കാരവും ഫുഡടിയും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് ദീർഘമായൊരു ഉറക്കിന് ശേഷം ഒരു എനർജറ്റിക് ചായമടിച്ച് റിയാദിൻ്റെ പ്രവിശ്യകളിലേക്ക് വണ്ടി എടുത്തിറങ്ങി. പുതിയ പാർക്കിൻ്റെ ലൊക്കേഷൻ കിട്ടിയിക്കിടുമെന്നും പറഞ്ഞ് നമ്മളെ ചങ്ങായി ഷുക്കൂർ നമ്മളിന്ന് കൊണ്ടുപോണത് വാക്കിംഗ് ട്രാക്കും പാർക്കൊക്കെ ഉള്ള റിയാദ് നഗരസഭയുടെ കീഴിലുള്ള ഗ്രീൻ റിയാദ് പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള അൽ ഉറൈസിക്കാണ്. നമ്മൾ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഏകദേശം അരമണിക്കൂർ റണ്ണിങ്ങുള്ള ഉറൈസിലെത്തിയപ്പോൾ അതിനേക്കാൾ നേരം വൈകി. പെരുന്നാൾ ആയതുകൊണ്ട് റിയാദൊക്കെ ഫുൾ ഓൺ ഫുൾ പവറാണ്. അങ്ങനെ ഓടിപ്പെണ്ണ് ഉറൈസിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഒരു മനുഷ്യക്കുഞ്ഞു പോലും ഇല്ലാണ്ട് ശ്മശാനമൂഖമായിട്ടുള്ളൊരു അന്തരീക്ഷം. ചോദിച്ചപ്പോൾ പറയാ അവിടെ മെയിൻ്റനൻസ് നടക്കണോണ്ട് ഓഫായി കിടക്കുകയാണെന്ന്. വന്ന സ്ഥിതിക്ക് കുറച്ചേരം അതിലും ഇതിലും തെണ്ടിത്തിരിഞ്ഞ് സ്വറയം പറഞ്ഞ് അവിടെ തന്നെ കുത്തിയിരുന്നു. ഇത് മൂന്നാളും മിനിമൽറ്റിയ കളിക്കണതല്ല, ബോർഡ് മാറ്റാൻ ഫോൺ കളിക്കണതാണ്. തട്ടകത്തിൽ കൂലങ്കശമായ ചിന്തകളും പ്ലാനുകളും നടക്കുന്നുണ്ടെങ്കിലും പാളിപ്പോയ ഒറൈജ പ്ലാനും ഓർത്ത് ശോകതപ്തനായി നിൽക്കുകയാണ് നമ്മളെ ഷുക്കൂർ. അങ്ങനെ കുറച്ചേരത്തെ ചിന്തക്കൊടുവിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അടുത്തുള്ള കസർമാൾക്ക് പോവാന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ പഠിച്ചു കസർമാൾക്ക്. പെരുന്നാൾ ആയതുകൊണ്ട് കുറച്ചേരം പാർക്കിങ്ങിൽ കിടന്ന് വിരകി. ഉള്ളിൽ കയറിയപ്പോൾ നാട്ടിൽ പൂരപ്പറമ്പിൽ വിൽക്കണ ബലൂണായിട്ട് ബായളൊരു നേര. അങ്ങനെ കുറച്ചേരം അതിലും ഇതിലും തെണ്ടിത്തിരിഞ്ഞ് കുറച്ച് ഷോപ്പിങ്ങും ചെയ്ത് നമ്മൾ അവിടുന്ന് ഇറങ്ങി. നേരെ മലാസിലെ ബ്രോസ്റ്റഡ് അൽ വജ്ബയിൽ കയറി നല്ലൊരു ബ്രോസ്റ്റും കഴിച്ച് നമ്മൾ പോയി കിടന്നുറങ്ങി.